പശ്ചിമേഷ്യൻ മേഖലയിൽ നിന്നുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ചു കാലമായി സംഘർഷങ്ങളുടെയും യുദ്ധഭീഷണികളുടെയും പശ്ചാത്തലത്തിലാണ് ലോകം കേൾക്കുന്നത്. മിസൈൽ ആക്രമണങ്ങളും ഭൗമ രാഷ്ട്രീയ തർക്കങ്ങളും വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആഗോള ശ്രദ്ധയാകർഷിച്ച മറ്റൊരു വാർത്ത ഇറാനിൽ നിന്ന് പുറത്തുവരുന്നു. യുദ്ധ കോലാഹലങ്ങൾക്കപ്പുറം സാംസ്കാരിക സൗഹൃദത്തിന്റെ വലിയൊരു സന്ദേശമാണ് ഈ വാർത്ത ലോകത്തിന് നൽകുന്നത്. ഇറാനിലെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള ബന്ദർ അബ്ബാസ് നഗരത്തിൽ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു ഹിന്ദു വിഷ്ണു ക്ഷേത്രം ഇന്നും സുരക്ഷിതമായി നിലകൊള്ളുന്നുവെന്ന അറിവ് പലർക്കും പുതിയൊരു അത്ഭുതമാണ്. ഈ ചരിത്ര സ്മാരകത്തിൻ്റെ ദൃശ്യങ്ങൾ ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ താരം അമിതാഭ് ബച്ചൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതോടെയാണ് ഈ അപൂർവ ചരിത്രം ലോകത്തിൻ്റെ ചർച്ചകളിലേക്ക് വീണ്ടും എത്തുന്നത്. അമിതാഭ് ബച്ചൻ പങ്കുവച്ച ആ ചെറിയ വീഡിയോ ദൃശ്യങ്ങൾ നിമിഷങ്ങൾക്കകമാണ് അന്താരാഷ്ട്ര തലത്തിൽ തരംഗമായി മാറിയത്. എന്നാൽ കേവലമൊരു പുരാതന കെട്ടിടത്തിൻ്റെ കാഴ്ച എന്നതിലപ്പുറം ആളുകളെ വിസ്മയിപ്പിച്ചത് ആ വീഡിയോയുടെ പശ്ചാത്തലത്തിൽ കേട്ട മനോഹരമായ ഒരു സംഗീതമായിരുന്നു. ഒരു മുസ്ലിം യുവതി പേർഷ്യൻ ഭാഷയിൽ വിഷ്ണു ഭക്തിഗാനം ആലപിക്കുന്നതായിരുന്നു ആ പശ്ചാത്തല സംഗീതം. ഇസ്ലാം മതവിശ്വാസികൾ ഭൂരിപക്ഷമുള്ള കർശനമായ മതനിയമങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്തു നിന്ന് ഉയരുന്ന ഈ ഭക്തിഗീതം കേവലമൊരു ആത്മീയ ആവിഷ്കാരമായല്ല, മറിച്ച് അതിൻ്റെയും ഇറാനും തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആഴത്തിലുള്ള സാംസ്കാരികവും വാണിജ്യപരവുമായ ബന്ധത്തിൻ്റെ ഉദാത്തമായ പ്രഖ്യാപനമാണ്. വിദ്വേഷത്തിൻ്റെ വാർത്തകൾക്കിടയിൽ മാനവികതയുടെയും പരസ്പര ബഹുമാനത്തിൻ്റെയും ഈ ദൃശ്യങ്ങൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തെയാണ് സ്പർശിച്ചത്. ഇറാനിലെ ഹോർമോസ്ഗാൻ പ്രവിശ്യയിലെ പ്രധാന തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിൻ്റെ ചരിത്ര വഴികളിലേക്ക് സഞ്ചരിച്ചാൽ മാത്രമേ ഈ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വ്യക്തമായ ചിത്രം നമുക്ക് ലഭിക്കൂ. ഇറാൻ ഭരിച്ചിരുന്ന ഖജർ രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ, അതായത് 1892കളിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത്. ഇന്ന് ഈ പുരാതന നിർമ്മിതിക്ക് ഏകദേശം 134 വർഷത്തെ പഴക്കമുണ്ട്. അന്നത്തെ കാലത്ത് ഭാരതത്തിൽ നിന്നും, പ്രത്യേകിച്ച് ഗുജറാത്ത് തുടങ്ങിയ തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്നും കപ്പൽ മാർഗം ഇറാനിലെത്തി ബിസിനസ് നടത്തിയിരുന്ന ഹിന്ദു വ്യാപാരികളുടെ ആവശ്യപ്രകാരമാണ് ഈ ക്ഷേത്രം ഉയർന്നു വന്നത്. ഇറാനിയൻ ചരിത്രകാരനും പ്രശസ്ത കവിയുമായ മുഹമ്മദ് അലി സാദിദ് അൽ സൽത്താനിയുടെ ചരിത്ര രേഖകൾ പ്രകാരം ഭാരതീയരായ വ്യാപാരികൾക്ക് തങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനായി ഒരു ക്ഷേത്രം നിർമ്മിക്കാനുള്ള ഔദ്യോഗിക അനുമതി ലഭിക്കുന്നത് 1888ലാണ്. തുടർന്ന് ദീർഘമായ 4 വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവിലാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. പിൽക്കാലത്ത് ഈ പ്രദേശവും ക്ഷേത്ര പരിസരവും ലിറ്റിൽ ഇന്ത്യ അഥവാ ചെറിയ ഇന്ത്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കച്ചവട ആവശ്യങ്ങൾക്കായി ഇറാനിൽ താമസിച്ചിരുന്ന ഇന്ത്യക്കാർക്ക് പരസ്പരം കാണാനും ഒത്തുകൂടാനും സാംസ്കാരികമായ കൈമാറ്റങ്ങൾ നടത്താനുമുള്ള പ്രധാന കേന്ദ്രമായി ഈ ക്ഷേത്രം മാറി. അക്കാലത്തെ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ എത്രത്തോളം സമാധാനത്തോടെയും സഹിഷ്ണുതയോടെയുമാണ് പരസ്പരം സഹവർത്തിച്ചിരുന്നത് എന്നതിൻ്റെ ജീവിക്കുന്ന തെളിവാണ് ഈ നിർമ്മിതി. ബന്ദർ അബ്ബാസ് വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ വാസ്തുവിദ്യാ ശൈലിയാണ്. പരമ്പരാഗത ഇന്ത്യൻ ക്ഷേത്ര നിർമ്മാണ രീതികളും പേർഷ്യൻ ഇസ്ലാമിക വാസ്തുവിദ്യയും തമ്മിലുള്ള മനോഹരമായ ഒരു സംയോജനമാണ് ഇതിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. സാധാരണയായി ഇന്ത്യയിൽ കാണപ്പെടുന്ന ക്ഷേത്രങ്ങളുടെ ഘടനയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രൂപഭംഗിയാണ് ഇതിനുള്ളത്. വെളുത്ത നിറത്തിലുള്ള വലിയൊരു താഴികക്കുടമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം. ഈ താഴികക്കുടത്തിന് ഹൈന്ദവ ശൈലിയേക്കാൾ ഇസ്ലാമിക പള്ളികളിൽ കാണാറുള്ള നിർമ്മാണ രൂപത്തോടാണ് കൂടുതൽ സാദൃശ്യമുള്ളത്. അതേസമയം ക്ഷേത്രത്തിൻ്റെ പുറംഭാഗത്ത് ഹൈന്ദവ പുരാണങ്ങളിലെയും സംസ്കാരങ്ങളിലെയും പ്രതീകാത്മക രൂപങ്ങൾ കൊത്തിവെച്ച 72 ചെറിയ ഗോപുരങ്ങൾ കാണാം. ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗത്തുള്ള പ്രാർത്ഥനാ ഹാളുകളും ശ്രീകോവിലിൻ്റെ ഘടനയും ഇന്ത്യൻ ശൈലിയെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നതാണ്. പവിഴക്കല്ല്, കളിമണ്ണ്, കുമ്മായം, പ്രത്യേകതരം മോർട്ടാർ തുടങ്ങിയ പ്രകൃതിദത്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഈ മനോഹരമായ കെട്ടിടം പണിതുയർത്തിയിരിക്കുന്നത്. മേൽക്കൂരയിലേക്ക് നയിക്കുന്ന പ്രത്യേക പടിക്കെട്ടുകൾ ഇറാനിയൻ വാസ്തുശാസ്ത്രത്തിൻ്റെ തനതായ സവിശേഷതകൾ വിളിച്ചോതുന്നതാണ്. പകൽ സമയത്ത് സൂര്യപ്രകാശം നേരിട്ട് ശ്രീകോവിലിലേക്ക് മുഴുവനായും പരക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ജനാലകളും വാതിലുകളും ക്രമീകരിച്ചിരിക്കുന്നത്. 2 വ്യത്യസ്ത സംസ്കാരങ്ങൾ ഒരേ കെട്ടിടത്തിൽ എങ്ങനെ ലയിച്ചു ചേർന്നിരിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. കാലാന്തരത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കാണ് ഇറാൻ സാക്ഷ്യം വഹിച്ചത്. ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമുള്ള ഇന്നത്തെ ഇറാനിൽ ഏകദേശം 90 ദശലക്ഷത്തോളം ജനങ്ങളാണ് താമസിക്കുന്നത്. ഇതിൽ 99.4% ഇസ്ലാം മതവിശ്വാസികളാണ്. ഭൂരിപക്ഷവും ഷിയ മുസ്ലിങ്ങളും ഒരു ചെറിയ ശതമാനം സുന്നി മുസ്ലിങ്ങളുമാണ് ഇവിടെയുള്ളത്. എന്നാൽ ഇത്രയും വലിയ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമായിട്ടും ഈ പുരാതന വിഷ്ണു ക്ഷേത്രത്തെ തകർക്കാനോ അവഗണിക്കാനോ അവിടുത്തെ ഭരണകൂടമോ ജനങ്ങളോ തയ്യാറായിട്ടില്ല. നിലവിൽ ഈ ക്ഷേത്രത്തിൽ നിത്യപൂജകളോ മറ്റ് ഹൈന്ദവ ആരാധനകളോ നടക്കാറില്ല. എങ്കിൽ പോലും ഇറാൻ സർക്കാർ ഇതിനെ തങ്ങളുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ ചരിത്ര സ്മാരകമായി പ്രഖ്യാപിച്ച് സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഇന്ത്യയും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന പുരാതന സാംസ്കാരിക സൗഹൃദത്തിൻ്റെ പവിത്രമായ അടയാളമായാണ് ഇറാനിയൻ ജനത ഈ വിഷ്ണു ക്ഷേത്രത്തെ കാണുന്നത്. യുദ്ധവും രാഷ്ട്രീയ ഭിന്നതകളും മനുഷ്യരെ അകറ്റുമ്പോഴും ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ ജനങ്ങൾക്കിടയിൽ സമാധാനത്തിൻ്റെ പാലമായി വർത്തിക്കുന്നു.
ബന്ദർ അബ്ബാസിലെ ഈ വിഷ്ണു ക്ഷേത്രം ഇറാനിലെ ഏക ഹൈന്ദവ അടയാളമല്ല എന്നതും ശ്രദ്ധേയമാണ്. വിവിധ അന്താരാഷ്ട്ര പഠന റിപ്പോർട്ടുകൾ പ്രകാരം 2010-ലും 2020-ലും ഏകദേശം 20,000-ഓളം ഹിന്ദുക്കൾ ഇറാനിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ട്. ഇവരിൽ ഭൂരിഭാഗവും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുടിയേറിയ ഗുജറാത്തി വ്യാപാരികളുടെ തലമുറയിൽപ്പെട്ടവരാണ്. ഇവർക്ക് പുറമെ ഇന്നും ഇന്ത്യയിൽ നിന്നുള്ള നിരവധി ബിസിനസ്സുകാരും ഉദ്യോഗസ്ഥരും ഇറാനിലെ വിവിധ നഗരങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇസ്ലാം മതത്തിന് പുറമെ ക്രിസ്ത്യാനികൾ, സൊറോസ്ട്രിയൻ മതസ്ഥർ എന്നിവർക്കൊപ്പം ഹിന്ദുക്കളും തങ്ങളുടെ തനിമ നിലനിർത്തിക്കൊണ്ട് ഇവിടെ ജീവിക്കുന്നു. ബന്ദർ അബ്ബാസിലെ ക്ഷേത്രത്തിന് പുറമെ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ സഹേദാനിലും ഒരു ആര്യസമാജ ക്ഷേത്രം നിലകൊള്ളുന്നുണ്ട്. ഇതും ഇറാനിലെ ഹൈന്ദവ സംസ്കാരത്തിന്റെ പാരമ്പര്യത്തെ വിളിച്ചോതുന്നതാണ്. ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യർ തമ്മിലുള്ള ഹൃദയബന്ധം എത്രത്തോളം ശക്തമാണെന്ന് ഈ ചരിത്ര സത്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു മുസ്ലിം സ്ത്രീയുടെ ശബ്ദത്തിൽ പേർഷ്യൻ ഭാഷയിൽ ആലപിക്കപ്പെട്ട വിഷ്ണു സ്തുതി ഇന്ന് ലോകത്തിന് നൽകുന്നത് സഹിഷ്ണുതയുടെയും സ്നേഹത്തിന്റെയും വലിയൊരു സന്ദേശമാണ്. മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ മനുഷ്യർ ചേരിതിരിയുന്ന ആധുനിക ലോകത്ത് പരസ്പര ബഹുമാനത്തോടെ ജീവിച്ച ഒരു മുൻ തലമുറയുടെ ഈ ചരിത്ര ശേഷിപ്പുകൾ വരും തലമുറയ്ക്ക് വലിയൊരു പാഠപുസ്തകമാണ്. കപ്പൽ പാതകളിലൂടെ പണ്ടുകാലത്ത് കൈമാറ്റം ചെയ്യപ്പെട്ടത് കേവലം സുഗന്ധവ്യഞ്ജനങ്ങളും വസ്ത്രങ്ങളും മാത്രമല്ല, മറിച്ച് ഹൃദയത്തിൽ തൊട്ട സാംസ്കാരിക മൂല്യങ്ങൾ കൂടിയായിരുന്നുവെന്ന് ഈ വിഷ്ണു ക്ഷേത്രം നമ്മോട് വിളിച്ചു പറയുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.